തേങ്ങ ഉടയ്ക്ക് സ്വാമി എന്ന് പറഞ്ഞ് ഒടുവിൽ ഉടച്ചപ്പോൾ മലയാള സിനിമാ ലോകം അടിമുടി വിറച്ചു എന്നുറപ്പാണ്. നീണ്ട 4 വർഷങ്ങൾ ആഴത്തിൽ പഠിച്ചും പഠിപ്പിച്ചും പണിഞ്ഞും എന്തായാലും റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. മലയാള സിനിമയിലെ വൻമരങ്ങൾ ഉലയുകയാണ് വനിതാ താരങ്ങളുടെ ഓരോ വെളിപ്പെടുത്തലിലും. സിനിമ എന്ന മായിക ലോകം സ്ത്രീക്ക് സുരക്ഷിതമല്ലെന്ന് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. 2017 ഒക്ടോബറിൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടപ്പോഴാണ് എത്ര സുരക്ഷിതത്വം ഇല്ലാതെയാണ് ഓരോ അഭിനേത്രിയും കഴിയുന്നതെന്ന ചിന്ത മലയാളി ഗൗരവമായി എടുത്തത്. കേരളക്കര ഞെട്ടലോടെ അറിഞ്ഞ ഈ കേസിനെ തുടർന്ന് മലയാള സിനിമാ വ്യവസായത്തിനുള്ളിലെ അതിക്രമങ്ങൾ സംബന്ധിച്ച ആരോപണങ്ങൾ അന്വേഷിക്കാനായി 2018 ഹേമ കമ്മിറ്റി രൂപീകരിച്ചു. പോരാടാൻ ഉറച്ചിറങ്ങിയ ആക്രമിക്കപ്പെട്ട നടിയുടെ നിശ്ചയദാർഢ്യമാണ് കേരള ചരിത്രത്തിലെ തന്നെ ഈ സുപ്രധാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. എന്തായാലും സിനിമാ മേഖലയിൽ കൊടുങ്കാറ്റിന്റെ കാലം എന്ന് തന്നെ പറയാം. മാലിന്യങ്ങളെയെല്ലാം തൂത്തുവാരി കളയുന്നൊരു കാലം. നവരസങ്ങൾ ഉൾപ്പെട്ട റിപ്പോർട്ട്, വെളിപ്പെടുത്തലുകളും രാജിവെക്കലും ഒക്കെയായി സംഭവ ബഹുലമായിരുന്നു പോയ ആഴ്ച. ലൈംഗികാതിക്രമങ്ങളുടെയും മോശം പെരുമാറ്റത്തിന്റെയും ഒക്കെ വ്യാപക ആരോപണങ്ങൾ വിശദമായി പ്രതിപാദിച്ച റിപ്പോർട്ട് ഉണ്ടാക്കിയ പ്രഹരം ചില്ലറയായിരുന്നില്ല. ആദ്യം തെറിച്ചത് അമ്മ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദിഖ്. ധാർമ്മികതയാണെന്നാണ് പക്ഷം. തൊട്ടു പിന്നാലെ നിക്കക്കള്ളി ഇല്ലാതെ എന്ന് തന്നെ പറയാം ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ് സംവിധായകൻ രഞ്ജിത്തും. ലൈംഗികാരോപണത്തെ തുടർന്ന് രാജിവെക്കുന്ന ആദ്യ അക്കാദമി അധ്യക്ഷനായി. കൂവലൊന്നും പുത്തരിയല്ലാത്ത ആൾ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു. എന്തായാലും മാധ്യമങ്ങളെയും പഴിക്കാൻ മറന്നിട്ടില്ല. സർക്കാരിനെതിരെയുള്ള സംഘടിതമായ നീക്കമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിന്റെ പിന്നിലെ സത്യം എന്താണ് എന്നുള്ളത് അറിഞ്ഞേ പറ്റുള്ളൂ ലോകം. അത് എന്റെ സുഹൃത്തുക്കളുമായും എന്റെ വക്കീൽ ഓഫീസുമായും ബന്ധപ്പെട്ട് ഞാൻ തീരുമാനത്തിലെത്തിക്കഴിഞ്ഞു. ഇത് അറിയിക്കാനാണ് ഈ ശബ്ദ സന്ദേശം. ഇതിലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കേരള സർക്കാരിനെതിരെ CPIM എന്ന പാർട്ടിക്കെതിരെ വലതുപക്ഷ രാഷ്ട്രീയ നിലപാടുകളുള്ളവരും അവർക്ക് മുന്നിൽ പോർമുഖത്തെന്ന പോലെ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരും സംഘടിതമായി തന്നെ സർക്കാരിനെ ആക്രമിക്കുന്ന പല വിഷയങ്ങളിൽ ഈ ചെളിവാരിയെറിയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നിന്റെ പേര് ഞാനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്റെ പേര് ഉപയോഗിച്ചിട്ടുള്ളതാണ് എന്നത് ഏറെ അപമാനകരമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആദ്യമായി താൻ നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നത് ബംഗാളി നടിയായ ശ്രീലേഖ മിത്രയാണ്. ശ്രീലേഖയുടെ വെളിപ്പെടുത്തലിലാണ് രഞ്ജിത്തിന് അടിതെറ്റിയത്. മമ്മൂട്ടി ചിത്രം പാലേരി മാണിക്യത്തിൽ അഭിനയിക്കാനായി എത്തിയപ്പോൾ സംവിധായകൻ മോശമായി പെരുമാറിയെന്നും ഇതിനെതിരെ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും ശേഷം മലയാള സിനിമയിൽ അവസരം ലഭിച്ചിട്ടില്ലെന്നും നടി വ്യക്തമാക്കി. എന്തായാലും രഞ്ജിത്തിന്റെ രാജിയിൽ പ്രത്യേകിച്ചും ഒന്നും തോന്നിയില്ല എന്ന് ശ്രീലേഖ പറയുന്നുണ്ട്. അടുത്തതായി പുറത്തു വരുന്നത് ജുബിത ആൻഡിയുടെ വാർത്തയാണ്. ജൂനിയർ ആർട്ടിസ്റ്റായ ജുബിത ആൻഡി തുറന്നടിച്ചു. ഞായറാഴ്ച ടൂർ പോകാൻ വിളിച്ച സുധീഷ്, തന്നോട് മൊഹബത്ത് തോന്നിയ മാമുക്കോയ, ഹോട്ടലിലേക്ക് ക്ഷണിച്ച ഹരികുമാർ തുടങ്ങിയവരെ സംശയ നിഴലിലാക്കി. പകല് ജോലി കഴിഞ്ഞിട്ട് രാത്രി ഇരുന്ന് എഴുതിയ സ്ക്രിപ്റ്റാ. അതിന് എനിക്ക് കഴിവുണ്ടായിട്ടും എന്താ പറയാ, ശരീരം വേണമെന്ന്. ഇപ്പൊ അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാരിയ്ക്കുന്നു. ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറുകയും ചെയ്യാം. 1.5 ലക്ഷം രൂപ ഒന്നും വേണ്ട, അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം. അന്ന് 2018 ഞാൻ വാക്കുതർക്കമുണ്ടായി. ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി. ഹരിഹരൻ സാറ് ഞാൻ അഭിനയിച്ച് 3ാമത്തെ ദിവസമായപ്പോൾ 2-3ാമത്തെ ദിവസമാണ്, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അന്ന് രാത്രി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളെ മഹാറാണിയുടെ ഓപ്പോസിറ്റ് റൈറ്റ് ഇങ്ങനെ പോകും, ഇവിടുന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡായിട്ട് അതേപോലെ തന്നെ ഒരു ലോഡ്ജോ എന്തോ റെസ്റ്റോറൻറ്റ് അവിടേക്ക് വരണം എന്ന് പറഞ്ഞു. അതിപ്പോൾ ഞാൻ ഈ കാണുന്ന പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്തിനാണോ സാറ് വിളിച്ചത്. കാരണം എൻ്റെ അച്ഛനേക്കാളും പ്രായം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഏജ് ആയിരിക്കും. എനിക്ക് സങ്കടം വരിക ഇപ്പോഴും പറയുമ്പോൾ. പിന്നെ മാമുക്കോയ അങ്കിള്, നമ്മളെ മലയാളി, ഞാൻ എഴുതിയ സിനിമ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഉണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമൊന്നുമല്ല. അവിടെ വെച്ച് ഞാനത് ക്ലോസ് ചെയ്തു. പിന്നെ സുധീഷ്, എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഞാൻ കൂടെ ടൂർ പോകും പോലെ വണ്ടിയിൽ കാറിൽ പോകണം. ഞാൻ കോൾ ചെയ്തു, എന്നെ ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ കുട്ടികളാണ്, ചെറിയ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന്റെ സിനിമ കാണുമ്പോൾ ഒരു ആരാധനയാണ്.
മനസ്സിൽ വരിക. അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അത് തെറ്റായ രീതിയിൽ വരുമ്പോൾ നമ്മൾ അവിടെ നിർത്തുക. പിന്നാലെയാണ് നടി രേവതി സമ്പത്ത് തുറന്നടിക്കുന്നത്. രേവതിയാണ് മലയാള സിനിമയിലെ മുതിർന്ന നടൻ താരസംഘടനയായ AMMAയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെ വീഴ്ത്തിയത്. രേവതിയുടെ ആരോപണങ്ങൾ അത്രമേൽ ഗൗരവകരമായിരുന്നു. +2 കഴിഞ്ഞ് സ്കൂൾ ടൈമിൽ വെക്കേഷൻ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്നൊരു അപ്രോച്ച് ആദ്യമായിട്ട് ഡയറക്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയ വഴി ഇദ്ദേഹം കോൺടാക്ട് ചെയ്യുന്നത്. ഇയാൾ അതിന് യൂസ് ചെയ്യുന്നൊരു അക്കൗണ്ട് തന്നെ ഉണ്ട്. ഫേക്ക് ആയിട്ട് തോന്നും, പക്ഷെ അയാൾ തന്നെ യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ്. വേറെ പലർക്കും അയാൾ ആ അക്കൗണ്ട് യൂസ് ചെയ്ത് എന്റെ സുഹൃത്തുക്കൾക്കടക്കം അവർ പേഴ്സണലി പറഞ്ഞതാണ്, പബ്ലിക്കായിട്ട് അവർ വന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം യൂസ് ചെയ്യുന്ന ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത്. പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരു മൂവിയുടെ ഡിസ്കഷന് വേണ്ടിയാണ് ഇവിടെ നില തിയേറ്ററില് ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു, സുഖമായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മൂവിയുടെ. അപ്പം അതിന് പ്രിവ്യൂ കണ്ടതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ആ പടത്തിന്റെ ഡിസ്കഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിസ്കഷന് വേണ്ടിയാണ് അവിടെ പോകുന്നത്. അപ്പോ ഇത് സംഭവിക്കുന്നത് 20-21 വയസ്സുള്ളപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവിടെ പോകുമ്പോ ഇദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതുവരെ മോളെ എന്നുള്ള സോ കോൾഡ് മോളെ, എല്ലാരെയും വിളിക്കുന്ന പോലെ മോളെ, ഈ മോളെ വിളിയിൽ നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കാം ഇദ്ദേഹത്തിന് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഒരിടത്തും നമ്മൾ ബാക്കപ്പ് കിട്ടിയാൽ നമ്മൾ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അവിടെ പോയപ്പോഴാണ് ഇദ്ദേഹം എന്നോട് ആ ഡിസ്കഷന്റെ കാര്യത്തിന് വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു അപ്രോച്ച് ആയിട്ടാണ് നമ്മൾ പോകുന്നത്, ഇതാണ് സംഭവം എന്ന് പറഞ്ഞത്. ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനത്തെ ഒരു മൂവി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതൊരു കള്ളമാണ് എന്നുള്ളതാണ് ഒരു അഡൽട്ട് ആയതിനു ശേഷമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇദ്ദേഹം അവിടെ വെച്ചിട്ടാണ് എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തത്. ഇറ്റ് വാസ് എ ട്രാപ്പ്. അപ്പം അങ്ങേരെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളമാണ്. അയാള് ഞാനടക്കമുള്ള പല സർവൈവേഴ്സിനോടും ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് റേപ്പാണ്. അദ്ദേഹത്തിന്റെ സർട്ടൻ സ്റ്റേറ്റ്മെന്റ്സുകൾ ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ലിക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതി. ടു ബി വെരി ഫ്രാങ്ക്, ഞാനൊരു മീഡിയയിലാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇതുപോലുള്ള വാക്കുകൾ ഇത് കാണുന്ന പല സർവൈവേഴ്സിനും ഇത് എങ്ങനെയാണ് കൊള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ റോ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത്. എന്റെ സമ്മതമില്ലാതെ എന്റെ ദേഹത്ത് കയറി ഉപദ്രവിക്കുകയും എന്നെ ട്രാപ്പിലാക്കുകയും എന്നെ അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്ത ഒരു ആളാണ് അയാൾ. ഇന്ന് കാണുന്ന ഇവര് മുഖം എന്ന് പറയുന്നത് അട്ടർ നോൺസെൻസ് ആയിട്ടുള്ള ഒരു മുഖമാണ് അയാൾക്കുള്ളത്. അയാൾ ക്രിമിനലിസം അല്ലേ ഇത് എന്നൊക്കെ പറയുമ്പോഴും അയാൾ നമ്പർ 1 ക്രിമിനലാണ്. ശേഷം ലൈംഗിക ആരോപണവുമായി നടി മിനു മുനീറാണ് രംഗത്ത് വന്നത്. അമ്മ മെമ്പർഷിപ്പ് ഫീസിന് പകരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ഇടവേള ബാബുവും തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ച ജയസൂര്യയും മുകേഷ്, മണിയൻപിള്ള രാജു, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ, വിച്ചു എന്നിവരിൽ നിന്ന് നേരിടേണ്ടി വന്ന ശാരീരികവും വാക്കാലുള്ളതുമായ പീഡനങ്ങളുടെ ഒരു പരമ്പര തുറന്നു പറയുകയായിരുന്നു. എനിക്ക് നടന്മാരായ ഇടവേള ബാബു, മുകേഷ്, മണിയൻപിള്ള രാജു, പിന്നെ ജയസൂര്യ, പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിള്, വിച്ചു, ഇവരിൽ നിന്നൊക്കെയാണ്. പിന്നെ ഒരു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന ആളിൽ നിന്നും എനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് സിനിമ ഫീൽഡിൽ, മലയാള സിനിമ ഫീൽഡിൽ. ഇത് 2009 ദേ അങ്ങോട്ട് നോക്കി എന്ന സിനിമ തുടങ്ങിയത്. അപ്പൊ അതിൽ ഞാൻ ഞാൻ ദുബൈയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് എനിക്ക് ആദ്യത്തെ ദുരനുഭവം എനിക്ക് ഉണ്ടായത്. ആദ്യത്തെ ആള് ജയസൂര്യ തന്നെയാണ്. ഈ ആരോപണങ്ങൾ ശരിവെച്ച് നടി ഗായത്രി വർഷയും രംഗത്തെത്തി. ഡാ തടിയ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് മണിയൻപിള്ള രാജു വാതിലിൽ മുട്ടിയെന്ന് അന്ന് മിനു പറഞ്ഞിരുന്നുവെന്നാണ് ഗായത്രി പറയുന്നത്. അവസരങ്ങൾ നഷ്ടപ്പെടും എന്ന പേടിയിലാണ് ഈ അതിക്രമങ്ങൾക്ക് പ്രതികരിക്കാതിരുന്നതെന്നും ഗായത്രി പറയുന്നു. മീനു പറഞ്ഞത് വളരെ വളരെ നിസ്സഹായാവസ്ഥയിലുള്ള ഒരു സ്ത്രീയുടെ വെളിപ്പെടുത്തലാണത്. അന്ന് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഞങ്ങള് അഭിനയിക്കുന്ന സമയത്ത് ഞങ്ങള് ഒന്നിച്ചഭിനയിക്കുന്ന സമയത്ത് മീനു ഒരു ദിവസം വളരെ മൂടിയായിട്ട് ലൊക്കേഷനിൽ വരികയും തലവേദനയാണെന്ന് പറഞ്ഞൊക്കെ മാറിയിരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഭയങ്കര സങ്കടം നമുക്ക് തോന്നി. ആദ്യം ഹോം സിക്നെസ് ആണോ എന്നൊക്കെ വിചാരിച്ചു. കാരണം യൂസ് ടു ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അന്ന് വളരെ തിരക്കിൽ അഭിനയിക്കുന്ന ഒരാളല്ല. അപ്പൊ എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം അവര് പിന്നെ വന്ന് സംസാരിച്ചപ്പോ മണിയൻപിള്ള രാജുചേട്ടന് ഇഷ്ടമാണെന്ന് പറയുന്നു, പുറകെ നടക്കുന്നു. ഇന്നലെ രാത്രി ഡോറ് നോക്ക് ചെയ്യാൻ വന്നു. അപ്പൊ ഞാൻ റൂം മാറിയാലോ എന്ന് വിചാരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. 2013 ഒരു സൂപ്പർ സ്റ്റാർ തന്നെ കടന്നു പിടിച്ചുവെന്നും നോ പറഞ്ഞതിനെ തുടർന്ന് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും സോണിയ മൽഹാറും പറയുന്നു. നടന്മാരുടെ ഭാഗത്തുനിന്ന് തുടക്ക സമയത്ത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിലുള്ള ഒരു സൂപ്പർ സ്റ്റാറിൽ നിന്ന് നമ്മൾ അൺഎക്സ്പെക്ടഡ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഡ്രസ് ചേഞ്ച് ചെയ്യുന്നത് തൊടുപുഴ ഷൂട്ടായിരുന്നു. അപ്പോ ജൂനിയർ ആർട്ടിസ്റ്റിന് ഡ്രസ് ചേഞ്ച് ചെയ്യുന്നത് വേറൊരു സ്ഥലമാണ്.
പിന്നെ ആർട്ടിസ്റ്റുകൾക്ക് വേറൊരു സ്ഥലമാണ്. അപ്പൊ നമ്മൾ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഒരു സൈഡിലൂടെ നടക്കുന്ന സമയത്ത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന് ഒരു ഹോൾഡ്, അത് ഒരു പ്രമുഖ നടൻ, നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അന്നത്തെ സമയത്ത് ഞാൻ ഭയന്നുപോയി, പേടിച്ചുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഇങ്ങനെയുള്ള കാര്യത്തിന് എനിക്ക് താല്പര്യമില്ല. കാരണം ഏതൊരു പെണ്ണും കൊതിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ആളുകൾ പറയുന്ന പോലെ അങ്ങോട്ട് ചെല്ലുന്ന ഒരു നടനാണ്. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ വിഗ്രഹമാണ് വീണ്ടും ഉടയുന്നത്. നമ്മൾ അവരെ ആരാധനയോടെ കാണുക, അല്ലെങ്കിൽ അവരുടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര ആങ്സൈറ്റിയോടെയാണ് ഒരു സിനിമയിൽ പങ്കെടുക്കുന്നത്. കൂടാതെ ഒരു ഹാസ്യ നടന്റെ ഭാഗത്തു നിന്നും യുവനടന്റെ ഭാഗത്തു നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നും സോണിയ വ്യക്തമാക്കി. ഒരു ഹാസ്യ നടൻ ഇപ്പോ മരണപ്പെട്ടു. എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ എല്ലാവരും ആദരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേര് ഇതുവരെ ആരും പറഞ്ഞു കേട്ടില്ല. ഞാനത് പേര് പറയുന്നില്ല, കാരണം അവരെ ഫാമിലി മറ്റുള്ളവർ, കേരളം ഞെട്ടുന്ന ആള് തന്നെയാണ്. ആളുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവം, അത് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും നിങ്ങൾ എന്റെ അപ്പൂപ്പന്റെ പ്രായമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുകയുമായിരുന്നു. ഇപ്പോഴിതാ അതേപോലെ മോശം അനുഭവങ്ങൾ ഉണ്ടായെന്ന് നടി ഗീതാ വിജയനും തുറന്നടിക്കുന്നു. പോടാ പുല്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്ന പല സന്ദർഭങ്ങളും ഉണ്ടായി എന്നാണ് ഗീത പറയുന്നത്. പരസ്യമായി പ്രതികരിച്ചതുകൊണ്ട് തന്നെ നിരവധി അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്നും ഗീത പറയുന്നുണ്ട്. മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും പീഡനങ്ങളും തുറന്നു പറയട്ടെ എന്നും ഗീത പറയുന്നു. എന്റെ കാര്യത്തിൽ ഞാൻ പറയാം, AMMA ഇത് വരുന്നതിന് മുമ്പ് തന്നെ ഐ ഹാവ് ഫേസ്. പക്ഷെ ഞാൻ അത് ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ഒരു ഭയമുണ്ട്. ദേ ആർ സ്കേർഡ് ഓഫ് മീ ആൻഡ് എന്നെ അവോയ്ഡ് ചെയ്തിട്ട് പ്രോജക്ട്സിനെ അവോയ്ഡ് ചെയ്ത്, ഞാൻ പോടാ പുല്ലേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ അവോയ്ഡ് ചെയ്ത് എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ യു ആർ ഓൾ നിങ്ങളൊക്കെ വെറും മോർട്ടൽസ് ആണ്. ദർ ഇസ് എ പവർ അബവ് എവറിബഡി. നിങ്ങൾ എല്ലാത്തിന്റെ മേലുമെന്നല്ലോ ഇരിക്കുന്നത്. അപ്പൊ എനിക്കുള്ള പ്രോജക്ട്സ് എനിക്ക് വരും. ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത മറ്റൊരു നടിയും നടൻ ബാബുരാജിനെതിരെ പീഡനം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റി അംഗങ്ങൾക്ക് മൊഴിയെടുക്കാനും വസ്തുതകൾ പരിശോധിക്കാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. എന്നാൽ റിപ്പോർട്ട് ഇത്രയും വലിയ കോളിളക്കം ഉണ്ടാക്കുമെന്ന് കമ്മിറ്റി അംഗങ്ങൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ദുരൂഹതകളുടെ ആകാശ രഹസ്യങ്ങളുടെ ചുരുളഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആകാശം തന്നെ ഇടിഞ്ഞു വീഴുമോ എന്ന ആശങ്കയാണിപ്പോൾ. അങ്ങനെയാണെങ്കിൽ താരങ്ങൾക്ക് ഒളിക്കാനും ഇനി പാടായിരിക്കും. മാടമ്പികൾക്കും പകൽമാന്യന്മാർക്കും മുഖംമൂടി അഴിക്കാൻ സമയമായി എന്ന് തന്നെ തോന്നുന്നു. ഒന്നിച്ച് യാത്ര ചെയ്താലും ജോലി ചെയ്താലും സിഗരറ്റ് വലിച്ചാലും അഭിനയിച്ചാലും നോ ആണെങ്കിൽ അത് നോ തന്നെയാണ്. ഇത് കേരളത്തിലായാലും താരങ്ങളുള്ള ആകാശത്തിലായാലും.